നമസ്കാരം. ദൈവം കൊടുക്കുന്ന സൗഭാഗ്യങ്ങൾ ചിലർ തട്ടിത്തെറിപ്പിക്കും. നല്ല സൗന്ദര്യം കൊടുക്കും, നല്ല ആരോഗ്യദൃഢമായിട്ടുള്ള ശരീരം കൊടുക്കും, 10 പേർ നോക്കി നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള മുഖം കൊടുക്കും, എല്ലാം കൊടുക്കും. പക്ഷെ ഒന്ന് കൊടുക്കൂല, മനസാക്ഷി. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു മാനസികാവസ്ഥ, പിന്നെ അഹങ്കാരം. ഞാനാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും മികച്ചവൻ. എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടുള്ള ഒരു നടനെക്കുറിച്ചാണ്. മിണ്ടാതെയും പറയാതെയും ഒക്കെ ഇരിക്കണം എന്ന് വിചാരിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ കാണാൻ പോയപ്പോൾ പടമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കത്തിജ്വലിച്ച് നിന്ന ഒരു നടനാണ്. ആ സിനിമ തിയേറ്ററിൽ വന്ന ദിവസം തന്നെ കളിക്കുന്നില്ല, ആളില്ല. നമ്മളിതിനെക്കുറിച്ച് മിണ്ടിയും പറഞ്ഞുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരു പാഠം എന്താണ്? ദൈവം തരുന്ന സൗഭാഗ്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, നീ ദൈവമേ എന്ന് വിചാരിച്ച് ജീവിച്ചില്ലെങ്കിൽ, നീ സത്കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ, മറ്റുള്ളവരുടെ ദയാപൂർവവും പിന്നെ മനസാക്ഷിയോടും പെരുമാറിയില്ലെങ്കിൽ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളികാ മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് സംഭവിക്കും. ചിലര് അഹങ്കാരം കൊണ്ട്, ദൈവം കൊടുക്കുന്ന എല്ലാവർക്കും നല്ല കാലവും ചീത്തക്കാലവും ഉണ്ട്. ജീവിതത്തിൽ ഉടനീളം ദോഷകാലമായിട്ടുള്ളതില്ല, എല്ലാവർക്കും ഉണ്ട് നല്ല കാലവും ദോഷകാലവും. ഇപ്പം മമ്മൂട്ടി, മോഹൻലാലിനെ പോലെയൊക്കെ അവരെ ഇഷ്ടപ്പെട്ട മേഖലകളിൽ വളരെ കാലം നിന്നു. അത് അവരുടെ പുണ്യം, അവരുടെ പൂർവ്വജന്മ സുഹൃതം. നല്ല അച്ഛനമ്മമാർക്ക് ജനിച്ച മക്കൾ, അതൊക്കെ അവർക്ക് ജനിച്ച മക്കളും നല്ലത്. അവർക്ക് സമാധാനവും ശാന്തിയും ഉണ്ട്. രോഗദുരിതങ്ങളൊക്കെ എല്ലാവർക്കും വരും. അതൊക്കെ എത്രയോ ജനലക്ഷങ്ങളിൽ നിന്ന് വളരെ ചുരുക്കം മാത്രമാണ്, അല്ലേ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും നമ്മുടെ വഴികൾ മാത്രം ചിന്തിക്കും, നമ്മുടെ ശരികൾ മാത്രം ചിന്തിക്കും, മറ്റുള്ള ശരികളെക്കുറിച്ച് ചിന്തിക്കില്ല. നമ്മുടെ ശരികൾ മാത്രമാണ് ശരി, മറ്റുള്ളവരെല്ലാം തെറ്റെന്ന് വിചാരിക്കും. നമ്മുടെ അനന്തപത്രത്തിൽ അദ്ദേഹം പറഞ്ഞ പോലെ എന്താണ്? എൻ്റെ ശരികൾ എൻ്റെ മാത്രം ശരികളാണ്. നിനക്ക് നാളെ തെറ്റായിട്ട് തോന്നാം, പക്ഷേ ഇതെൻ്റെ ശരികളാണ്. നീ എന്നെ നിയന്ത്രിക്കാൻ വരണ്ട, നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു കാരണം, മലയാള സിനിമയിൽ കത്തിജ്വലിക്കുന്ന ഒരു നടൻ്റെ പതനം, ആ പതനം എനിക്ക് എന്നെ ദുഃഖിപ്പിക്കുന്നുണ്ട്. കാരണം ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. സൗഹൃദമാണ് അദ്ദേഹത്തിൻ്റെ അവസാനം വന്ന സിനിമ. മിണ്ടിയും പറഞ്ഞും എന്ന് പറയുന്ന സിനിമ നല്ല PR വർക്ക് പൈസ കൊടുത്ത് ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിനെതിരെ ആര് സംസാരിച്ചാലും താഴെ വന്ന് ആ പറയുന്നവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളിച്ച് തോന്നിവാസങ്ങളൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ഇതൊന്നും പോറലി പോലും ഏൽപ്പിക്കാത്തതുകൊണ്ട് ഇനിയെങ്കിലും ആ നടൻ ഒരു മാറ്റത്തിന് തയ്യാറാകണം. നിങ്ങൾക്ക് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സാന്നിധ്യത്തെക്കുറിച്ചൊരു ബോധമുണ്ടെങ്കിൽ, ഈശ്വരൻ എന്ന് പറയുന്ന നിങ്ങൾക്ക് ഇത്രയും കഴിവുകളും, നടനമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സൗന്ദര്യവും ശരീരവും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതിൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ഒരിക്കൽ കൂടി നിങ്ങൾ ആ പുതിയ ഒരു പാത തിരഞ്ഞെടുക്കൂ, അല്ലേ? പുതിയൊരു പാത എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ചെയ്യാം. നിങ്ങൾ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നപ്പോൾ, ഞാൻ ആ നടൻ്റെ പേര് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. മിണ്ടാതെയും പറയാതെയും അങ്ങ് പോകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറ്റുന്നില്ല. അയാൾ സിനിമയിൽ തിരിച്ചു വരണം. അയാൾ ഞാനുമായിട്ടൊരു സൗഹൃദവും വേണ്ട, ഞാനിനി സിനിമ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല, ഞാൻ പുസ്തകങ്ങളൊക്കെ എഴുതി അങ്ങനെയെങ്കിലും ജീവിച്ചോളാം, അത്യാവശ്യം പേര് അനന്തഭദ്രം എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ പേരിൽ മരണം വരെ അങ്ങ് ജീവിച്ചു പോകാനും, കാലഘട്ടത്തിനെ അതിജീവിക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ടൊക്കെ എനിക്ക് ജീവിച്ചു പോകാം. പക്ഷെ ചിലർ അഹങ്കരിച്ചും താനാണ് ലോകത്തിൻ്റെ എല്ലാമെന്ന് വിചാരിച്ച് സ്വയം നശിച്ചു പോകുമ്പോൾ ഈശ്വരൻ എന്താണ് ഇത്തരം ഇദ്ദേഹത്തിനൊരു മാനസികാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കി കൊടുക്കാത്തത്? ഇദ്ദേഹം ചുറ്റുമുള്ള ലോകത്തെ തിരിച്ചറിയാത്ത എന്താണ്? തെറ്റുകൾ തിരിച്ചറിയാത്ത എന്താണ് എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുമല്ലോ. ചിലരോട് തോന്നുന്ന ഇഷ്ടം കൊണ്ടാണ്. ആ ഇഷ്ടമാണ് നമ്മൾ ഈ പറയുന്നത്. മാറ്റത്തിന് വിധേയമായില്ലെങ്കിൽ താൻ എന്തുകൊണ്ടാണ് ഇന്നലെ ആകാശം വരെ ഉയർന്നു നിൽക്കുന്ന, പ്രത്യേകിച്ച് സിനിമയിലെ നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കും, പെട്ടെന്ന് അപ്രത്യക്ഷമാകും. അതാണ് നക്ഷത്രങ്ങൾ, സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ എത്രയോ കാലമായി അദ്ദേഹം മലയാള സിനിമയിൽ മാറി നിൽക്കുവാണ്, മാറ്റി നിർത്തിയിരിക്കുമായിരിക്കും. ആരാണ്? പ്രേക്ഷകരല്ല, ദൈവം. അപ്പോൾ എന്ത് ചെയ്യണം? മാറ്റി നിർത്തപ്പെടുമ്പം സ്വയം പഠിക്കണം.
സ്വയം അറിയണം. ഞാൻ എന്തുകൊണ്ടാണ്, ഞാൻ കോടികൾ പ്രതിഫലം വാങ്ങിക്കുന്ന ഒരാളായിരുന്നു, എനിക്ക് അത്യാവശ്യം രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉണ്ടാകണം, എനിക്ക് ജനപ്രേക്ഷകളിൽ ഇപ്പോഴും ഒരു സ്ഥാനമുണ്ട്. PR വർക്കല്ല, PR വർക്കൊന്നും കാര്യമൊന്നുമില്ല. കഴിവുണ്ടെങ്കിലും യോഗമുണ്ടെങ്കിലും മാത്രമേ PR വർക്കൊക്കെ കൊണ്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ അതൊന്നും ഇവിടെ മുഖവിലക്കെടുക്കില്ല ആരും. മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയൊക്കെ PR വർക്ക് കൊണ്ട് നിന്നവരാണോ? PR വർക്കിനൊക്കെ അത്രയേ ഉള്ളൂ കാലം. കഴിവുകൾ കൊണ്ട്, അബദ്ധങ്ങൾ പറ്റിയാൽ തിരിച്ചറിഞ്ഞുകൊണ്ട്, തെറ്റുകൾ ശരിയാക്കിക്കൊണ്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് എത്രയോ വട്ടം പുറത്തു പോയി എന്ന് വിചാരിച്ച മമ്മൂട്ടി മോഹൻലാലൊക്കെ തിരിച്ചു വന്നിരിക്കുന്നു. ലാലേട്ടൻ്റെ ശബ്ദം ഒരു സമയത്ത് പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അത് ശബ്ദം പോലും മാറിപ്പോയി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തെറ്റുകൾ തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും തെറ്റായ ദിശകളിലൂടെ സഞ്ചരിക്കുകയും ഇനിയും ലോകം സാമ്രാജ്യം നമുക്ക് കീഴടക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ തനിക്ക് ചുറ്റുമുള്ള ലോകത്തെ തിരിച്ചറിയാതെ ജീവിക്കുമ്പോൾ ദൈവം തന്ന പരിമിതമായ കഴിവിൽ അഹങ്കരിച്ച് ആ അഹങ്കാരത്തിൽ നമ്മുടെ ഭൂമിയുടെ ഭ്രമണത്തിനകത്ത് തള്ളവിരൽ കറക്കി നിർത്താൻ ശ്രമിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജന്മമാണെന്ന് ഇത്തരത്തിലുള്ള ഈ കലയുമായിട്ട് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അഹങ്കാരം ആപത്താണ്. ഇന്നലെ വരെ ചെയ്ത തെറ്റുകൾ തിരുത്താൻ പറ്റുമോ എന്ന് ആലോചിക്കുക. നമുക്ക് സിനിമയില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ മൊബൈൽ മുടങ്ങുന്നില്ലെങ്കിൽ ഇന്നലെ വരെ തിരക്കോടുകൂടി ഫോൺ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയൊക്കെ ഉണ്ടാവും. അതൊന്നും ഫോൺ എടുത്തുകൊണ്ട് അദ്ദേഹം തിരക്കിലാണ്, ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർക്കൊക്കെ എത്ര ഡേറ്റ് വേണമെങ്കിലും കൊടുക്കാമെന്ന് പറയുന്ന മാനസികാവസ്ഥയിൽ ടെലഫോൺ ഇരിക്കുന്ന അവസ്ഥയിൽ മാനസിക ദുഃഖമുണ്ടാകുന്ന അവസ്ഥയിൽ നമ്മൾ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മലയാള സിനിമയിൽ സജീവമായി തീരണം. ഇപ്പം ഞാൻ തീരണം എന്നൊരു സങ്കല്പത്തോടു കൂടി ഇല്ലെങ്കിൽ ആ ശക്തിയോടുകൂടി നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു നടന്മാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. എന്നെ ഒരുപാട് പേര് എന്നെ ചീത്ത പറയുകയും ചെയ്തു. എന്തിനാണ് പൃഥ്വിരാജിന്, അദ്ദേഹം സംഘി വിരോധിയാണ്, അദ്ദേഹത്തിൻ്റെ സേവയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പൃഥ്വിരാജിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ അത്രയും പ്രോഗ്രാം ചെയ്ത്, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? പൃഥ്വിരാജ് മലയാള സിനിമയിൽ വളരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിച്ച് എൻ്റെ ഒരു സിനിമയിൽ നാളെ ആ പൃഥ്വിരാജ് നീ എൻ്റെ സിനിമയിൽ അഭിനയിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകെ പോകുന്നതുമില്ല, കഥ വായിക്കാനും പോകുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരുപാട് കഴിവുള്ള നടനാണ്. ആ കഴിവുള്ള നടൻ ഇല്ലാതായി പോകരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ അത് എനിക്ക് എന്നെ ഒത്തിരി പേര് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ലൂസിഫർ എന്ന സിനിമയിൽ നമ്മുടെ ഹൈന്ദവയ്ക്കെതിരെ സംസാരിച്ചു. കുരിശ് മുകളിൽ നിന്ന് വീഴുന്നുകൊണ്ട് അദ്ദേഹം ചിന്താസേവയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതെല്ലാം പറയുന്നതല്ലേ, അദ്ദേഹം അടിസ്ഥാനപരമായ ഒരു കലാകാരനല്ലേ, ആ കലാകാരൻ തിരിച്ചു വരട്ടെ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്തും ആയിക്കോട്ടെ. ഞാൻ അതിനെ വിമർശിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ, ആ കഴിവുള്ള കലാകാരൻ, അദ്ദേഹം മലയാള സിനിമയിൽ വരട്ടെ, മാറ്റങ്ങൾക്ക് വിധേയമാകട്ടെ എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇതുപോലെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരല്ല, അദ്ദേഹത്തെ വെറുക്കുന്നവർ, അങ്ങനെയാണല്ലോ. ഇപ്പം നമ്മളാണെങ്കിൽ ഈ പ്രോഗ്രാം അതിൽ ചെയ്യുമ്പോൾ വെറുക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഇവനാണ് ഒരു സ്വാമി മുടി വളർത്തിക്കൊണ്ട് ഇവിടെ വന്നിരുന്നത്, ഇതൊക്കെ പറയാൻ. നമ്മൾ ലോകത്തുള്ളത് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. മിണ്ടിയും പറഞ്ഞു എന്നൊരു സിനിമ കാണാൻ എനിക്ക് അയാളോട് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു ഒരു കാലത്ത്. ഞാൻ തിയേറ്ററിൽ ചെന്നപ്പോൾ സിനിമയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരു റിലീസ് ദിവസം തന്നെ സിനിമ കളിക്കാൻ പറ്റാത്ത ആളില്ലാതെ വരുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. തിയേറ്ററിൽ പറഞ്ഞാൽ 6 പേര് 8 പേര് വന്നാൽ കാണിക്കാം. അതൊരു നടനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരിതാപകരമായ ഒരു അവസ്ഥയല്ലേ. പൃഥ്വിരാജ് ലൂസിഫറിന് ശേഷം വരണം. പൃഥ്വിരാജ് വലിയ കോൺട്രവേഴ്സി ഉണ്ടാക്കിയ സിനിമയാണ്. ഞാൻ വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹമല്ലേ പറഞ്ഞുള്ളൂ. അങ്ങനെ അതുപോലെ ആഗ്രഹിക്കുന്ന എത്രയോ പേരുടെ പോസിറ്റീവായിട്ടും പറഞ്ഞു. അദ്ദേഹം സംഘികൾക്കെതിരാണെന്നുമല്ല, അദ്ദേഹം സംഘികൾക്കെതിരാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന സബ്ജക്റ്റ് അതാണ് അല്ലേ. അത്തരം സബ്ജക്റ്റുകൾക്ക് കൂടുതൽ എന്തെല്ലാം മനുഷ്യന് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കഥയും കഥാപാത്രങ്ങളും ഉണ്ടാക്കാനും അത് മികച്ചതായിട്ട് സംവിധാനം ചെയ്യാനും അഭിനയിക്കാനും ഒക്കെ കഴിവുള്ള ആളാണ് പൃഥ്വിരാജ്. മലയാള സിനിമയിലല്ല, ഏത് സിനിമയിലല്ല. ഇപ്പം തന്നെ ജനനായകൻ എന്ന് പറയുന്ന സിനിമ 500 കോടി ചെലവാക്കിയതാണ്. ജനനായകൻ എന്ന് പറഞ്ഞ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുവാണ് വിജയ്. അദ്ദേഹത്തിന് കോടിക്കണക്കിന് ആരാധകരുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം DMK ആണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണെങ്കിലും ഭയമാണ് തമിഴ്നാട്ടിൽ. ആ പടം എന്ത് ചെയ്തു? കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അദ്ദേഹത്തോട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് തയ്യാറായി. അവരത് തയ്യാറായില്ലാത്തത് കൊണ്ടാവാം എന്ന് ഞാൻ പറയുള്ളൂ.
ഇല്ലേ? ആ പടം എന്നേക്കുമായിട്ട് പെട്ടിയിലായി പോയാൽ എന്ത് ചെയ്യും? 500 കോടി മുടക്കിയ ഒരു നിർമ്മാതാവിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. തിയേറ്റർ മുഴുവൻ ബ്ലോക്ക് ചെയ്ത് കേരളത്തിൽ നിന്ന് 10-15 കോടി രൂപ കൊടുത്തു, 13 കോടിയോ 15 കോടിയോ. ആ പണം വാങ്ങിക്കൊടുത്ത ആളിൻ്റെ അവസ്ഥയെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതേപോലെ ധ്രുവനക്ഷത്രം എന്ന് പറഞ്ഞ ഗൗതം മേനോൻ്റെ ഒരു സിനിമയുണ്ട്, ഗംഭീര സിനിമയാണ് വിക്രമിൻ്റെ. എത്ര വർഷമായിട്ട് പെട്ടിയിൽ ഇരിക്കുന്നു. അതിന് പണം മുടക്കിയ ഒരാളെ എനിക്കറിയാം. കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഭൂമി വിറ്റ് ആ കടങ്ങൾ മുഴുവൻ തീർക്കുക ചെയ്തേ. വേറെ ആരുമല്ല, നമ്മുടെ കാട്ടാക്കട തിയേറ്ററുള്ള ആനി. അദ്ദേഹം എത്രയോ കോടിക്കന്ന് ആ സിനിമ എടുത്തു. ആ സിനിമ പുറത്തിറങ്ങിയില്ല, എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും. ആ സിനിമ എടുത്തയാളിനുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ വളരെ വലുതല്ലേ. ഈ കോടിക്കണക്കിന് രൂപയൊക്കെ ബിസിനസ് അല്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാലചക്രം കറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്നൊരു അവസ്ഥയുണ്ട്. അദ്ദേഹമായിട്ട് പിടിച്ചു നിന്നു. തിയേറ്ററൊക്കെ ഉള്ളതുകൊണ്ടാണെങ്കിലും ഒക്കെ കുറച്ച് ഭൂമിയൊക്കെ ഉണ്ടായതുകൊണ്ട് കൊടുത്ത് എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർന്നു. ഇനി ആ പടം വരുമ്പോൾ എനിക്കറിയാം 100% ധ്രുവ നക്ഷത്രം എന്ന് പറയുന്ന ഗൗതമൻ്റെ പടം, വിക്രം പടം സൂപ്പർ ഹിറ്റായിരിക്കും. അതിനകത്തൊരു സംശയവും വേണ്ട നിങ്ങൾക്ക്. ഞാനൊരു ലക്ഷണം നോക്കിയതാണ്. പക്ഷേ ജനനായകൻ അങ്ങനെ പറയാൻ പറ്റുന്നില്ല. കാരണം അതിനൊരു അവസ്ഥ മാറിയത് പൊളിറ്റിക്സാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് തടസ്സം വന്നാൽ ഈ പടത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് പോലും ഞാൻ പറഞ്ഞാണ് ഈ പടം ഇത്തിരി ബുദ്ധിമുട്ടാവുമെന്ന്. കാരണം ചെന്നൈയിൽ ഞാനും ഈ നമ്മുടെ അനിയൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഇന്ന് അദ്ദേഹത്തിനെ വിളിക്കുന്നത് ബാലാനന്ദൻ നായർ, തിയേറ്ററൊക്കെ ഉള്ളതാണ്. ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പടം ഒന്ന് ശ്രദ്ധിക്കണം, ചിലപ്പോൾ തടസ്സമാകാനുള്ള സാധ്യതയുണ്ടെന്ന്. തടസ്സമായില്ലേ? ഇപ്പോൾ ചില കാര്യങ്ങൾ ചില നേരങ്ങൾ ഇല്ല, ആ പടം എടുത്ത ആളിൻ്റെ കറക്റ്റുള്ള സമയം അല്ലെങ്കിൽ പൊളിറ്റിക്സ് ബുദ്ധിപൂർവ്വം ചെയ്യാത്തതിൻ്റെ അബദ്ധമില്ലേ പറ്റിയത്. ഇപ്പം BJP കേന്ദ്രം ഭരിക്കുമ്പോഴത്തേക്ക് BJP കൂടെ നിർത്തണം, വിജയെ കൂടെ നിർത്തിക്കൊണ്ട് ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയ്ക്ക് അത് ചിലപ്പോൾ ഒരു ഘടകമായിരുന്നിരിക്കും. അപ്പോൾ അത് അദ്ദേഹം BJP ആയിട്ട് സഖ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഭരണകൂടമല്ലേ. കാരണം ഭരിക്കുന്നവൻ ശക്തി തന്നെയാണ്. അതിനകത്ത് ഇരിപ്പിടമുള്ളവൻ, സാമ്രാജ്യം ഉള്ളവൻ, ആ സാമ്രാജ്യത്തിൽ ഇരിക്കുന്ന ചക്രവർത്തി തന്നെയാണ്. അവൻ നാളെ ചിലപ്പോൾ പാപ്പരായി പോകും. പക്ഷെ ഇന്ന് ചക്രവർത്തിയായിട്ട് ഇരിക്കുമ്പം അവൻ തീരുമാനിക്കുന്നതും അവൻ ഉറപ്പിക്കുന്നതും മാത്രമേ നടക്കുകയുള്ളൂ. വലിയ നഷ്ടമായി. ഇന്നിപ്പോൾ കോടതി അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ സിനിമ അടുത്ത കോടതിയിലോട്ട് പോകാൻ പറഞ്ഞു. ഓരോ നിമിഷം ഓരോ മണിക്കൂറും കഴിയുമ്പോൾ കോടിക്കണക്കിന് രൂപ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്ന ഈ സിനിമാ വ്യവസായത്തിൽ ജനനായകൻ എന്ന സിനിമയുടെ അവസ്ഥ ഞാൻ പറയുന്നത്. സിനിമയിൽ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങൾ. പണ്ടൊരാളെന്നെ ഞാൻ ടീച്ചറോട് താമസിക്കുമ്പോൾ ഒരാൾ സിനിമ എടുക്കാനായിട്ട് വന്നു. ഞങ്ങളെല്ലാം വലിയ സമ്പത്തൊന്നുമില്ല, ബുക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ വിറ്റ് കാശൊക്കെ വരുന്നാൽ മാത്രമേ ജീവിക്കാൻ പറ്റുന്നുള്ളൊരവസ്ഥ. അങ്ങനെ ആകുമ്പോൾ ഒരാൾ എന്നെ അന്വേഷിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ നോക്കും, നിങ്ങൾക്ക് സിനിമയ്ക്ക് യോഗമുള്ള ആളാണോ? നിങ്ങൾക്ക് എന്താണ് യോഗം? നിങ്ങൾക്ക് ഇപ്പോൾ ഡയമണ്ട് കച്ചവടം ചെയ്യുന്ന ആളാണോ? ഡയമണ്ട് ധരിക്കാൻ നിങ്ങൾക്ക് യോഗം ഉണ്ടാകും. നിങ്ങളുടെ പൂർവ്വജന്മത്തിൽ നിങ്ങൾ ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അബ്രം ഭ്രമിപ്പിക്കുന്നത്, തിളങ്ങുന്നത്, അത് ഡയമണ്ട് വെക്കുന്ന സിനിമ, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. പല കാരണങ്ങൾ തന്ത്രമാന്ത്രികത്തിലെ താളിയോലക്കെട്ടുകളിൽ വളരെ ഭംഗിയായിട്ട് ഇത് ലക്ഷക്കണക്കിന് വർഷം പഴക്കമുണ്ടെന്ന് വിചാരിക്കുന്ന താളിയോലക്കെട്ടങ്ങളിൽ നിന്ന് പകർന്ന് വന്ന സാധനങ്ങളാണ്. എങ്ങനെ ഒരു 4 തലമുറ മുമ്പൊക്കെ ഉള്ള സാധനങ്ങൾ എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം പലതായിട്ട് നഷ്ടപ്പെട്ടു പോയി. ഞാൻ പേപ്പറിൽ എഴുതി വെച്ച ചില സാധനങ്ങളൊക്കെ ഉണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ. അപ്പം അങ്ങനെ പൂർവികർ എഴുതി വെച്ച ചില സത്യങ്ങളുണ്ട്. ആ സത്യങ്ങളെന്ന് പറഞ്ഞാൽ എന്ത് യാഥാർത്ഥ്യങ്ങളാണെന്നറിയാമോ? പൂർവികർ നമുക്ക് പകർന്നു തന്നു പോയിട്ടുള്ള കാര്യങ്ങൾ. അതൊന്നും നമുക്ക് മാറ്റിവെക്കാനേ പറ്റില്ല. അപ്പോൾ ഇന്ന സമയത്ത് ഇന്നത് സംഭവിക്കണം, ഇന്ന സമയത്ത് മഴ. നമ്മൾ ചില നല്ല മംഗളകരമായ കാര്യത്തിന് നിൽക്കുമ്പം മഴ ഇങ്ങനെ ചാറും, നല്ല വെയിലായിരിക്കും, കുറച്ച് വെള്ളത്തുള്ളികൾ വീഴും, ശുഭകരമായ കാര്യമാണ്. കാക്ക പറക്കുന്ന ദിക്കുണ്ട്. ഒരു കല്ലിടുക എന്ന് വിചാരിക്കുക. പശു ഒന്ന് അമരണ ശബ്ദം കേട്ടാൽ മതി. ആ കല്ലിടുന്ന സമയത്ത് ഒരു പശു അമ്മാന്ന് പറഞ്ഞ് കരഞ്ഞു നോക്കിയാൽ അതിനൊരു ഫലമുണ്ട്. കാക്ക ഏത് ദിക്കിലേക്കാണ് പറക്കുന്നത്, ഫലമുണ്ട്. കുടമായിട്ട് ഇപ്പം വീടിനകത്തേക്ക് കുടവും വെള്ളമായിട്ട് സ്ത്രീകൾ കയറും. ഈ കുടം തിരിച്ച് വെക്കുന്ന സ്ഥാനം അത് വെച്ചാൽ ഈ വീടിൻ്റെ ഫലം പറയാൻ പറ്റും. വാസ്തു മാത്രമല്ലല്ലോ, ഇപ്പം കിഴക്കോട്ട് കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ലക്ഷണശാസ്ത്രം, ആ ലക്ഷണശാസ്ത്രത്തിൻ്റെ വളരെ കൃത്യമായിട്ട് എൻ്റെ ഇപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ളൊരു സ്വപ്നത്തെക്കുറിച്ചുള്ളൊരു ബുക്ക് കിട്ടി. ആ സ്വപ്നം നിങ്ങൾ ഇന്ന സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ഫലം എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ ഓരോ ദിവസവും ഓരോ സ്വപ്നത്തെക്കുറിച്ച് പറയണമെന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് മനുഷ്യൻ ഓരോ സമയം അല്ലേ, ആ സമയം ജനനായകൻ എന്ന് പറഞ്ഞ സിനിമ എടുത്ത കാലം അപകടകരമായിരുന്നു. വിജയകാന്ത് ഞാൻ അവരുമായിട്ട് സഖ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറ്റി? 500 കോടി മാത്രമല്ല, രാഷ്ട്രീയ ഭാവി ഇങ്ങനെ തലകുത്തരം പറഞ്ഞു. സിനിമ എന്ന് മാത്രം ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല, ഒന്നും നമ്മുടെ കയ്യിലല്ല അല്ലേ. ഒരു മൂക്കുപനി വന്നാൽ തീരുന്ന കാര്യമുള്ളൂ ജീവിതം. എങ്ങനെയാണ് നമ്മൾ 10 വർഷം കഴിഞ്ഞുള്ള ഒരു സംഭവത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ ഒന്നും പറയാൻ കഴിയില്ല.
അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്രതീക്ഷിതമാണ് ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു പയ്യൻ, ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്, ഒരാൾ ഒരു പെണ്ണുമായിട്ട് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ പോകണം, സഹോദരിയുടെ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് പോണ പോക്കിൽ പിറ്റേ ദിവസം കല്യാണമാണ് സഹോദരിയുടെ. പൂ എടുക്കാനായിട്ട് പോവുകയാണ്. പൂ എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് അവന് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ വീട്ടിലൊന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരു കാര്യമില്ല അങ്ങോട്ട് പോകേണ്ടത്. ആ വീട്ടിലേക്ക്, ആ സഹോദരിയുടെ വീട്ടിലേക്ക് തിരിഞ്ഞത് തലയടിച്ച് വീണ് കോമ സ്റ്റേജ് ആയിപ്പോയി. അങ്ങോട്ട് പോകേണ്ട കാര്യമേ ഇല്ല. താൻ പ്രണയിക്കുന്ന സഹോദരിയുടെ പിറ്റേ ദിവസം കല്യാണത്തിന് പൂവിൻ്റെ കാര്യത്തിനായിട്ട് പൂക്കടയിലേക്ക് പോകേണ്ട ആള് പോണ വഴിക്ക് താൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലൊന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. തിരിഞ്ഞതാണ്. ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് തിരിഞ്ഞതാണ്. മറ്റോ ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ച് സ്ലിപ്പ് ചെയ്ത് വീണു. കോമയായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് കിടക്കുകയാണ്. എന്നെ ഒരാൾ കാണാൻ വന്നപ്പോൾ ചോദിച്ചു, അവിടെ ആരെങ്കിലും ജഡാവസ്ഥയിൽ കിടക്കുന്നുണ്ടോ, ജഡമായി കിടക്കുന്നുണ്ടോ? അത് ഇങ്ങനെ സംഭവിച്ചാണ്. മരണവുമില്ല. കാരണം മരണസമയത്തല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നിമിഷം തോന്നിയ ഒരു ചിന്തയാണ്. നിമിഷം, ആ ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ആ രണ്ട് വശങ്ങളും ചിന്തിക്കണം. ഇപ്പം എൻ്റെ സമയം എങ്ങനെയാണ്? എൻ്റെ സമയം എങ്ങനെയാണ്? ഞാൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഈ ജോലിക്കല്ലേ പോകുന്നത്? എന്ന് നമ്മളൊന്ന് ചിന്തിച്ചിട്ട് പോയാൽ നമ്മൾ ആ കാലത്തെ അതിജീവിച്ചിട്ട്, ഞാൻ ചിലർ എന്നെ കാണാൻ വരും. കാണാൻ വന്നിട്ട് സ്വാമി ഫോണെന്ന് പറഞ്ഞു കഴിഞ്ഞേക്കുമ്പോൾ ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞ് പോകും അവിടെ ഇരിക്കാൻ. എന്തിനാണ് പറയുന്നത്? ആ ഒരു സമയമുണ്ട്. നമ്മളൊരാളെ കാണാൻ പോകുന്നതിൻ്റെ സമയമുണ്ട്. ഒരിടത്ത് പോയിട്ട് ഇറങ്ങുന്നതിൻ്റെ സമയമുണ്ട്. ബസ് കാത്ത് നിൽക്കും, നമ്മളൊന്നും അറിയില്ല, ബസ് കാത്തുകൊണ്ടിരിക്കും. അതിലേ പോണ ഒരു വണ്ടി ബ്രാക്ക് പൊട്ടി നമ്മുടെ പുറത്തൂടെ കയറി ഇറങ്ങി പോകും. അങ്ങനെ എത്രയോ പേര് പാവപ്പെട്ട കുട്ടികൾ നിൽക്കുമ്പം ഒരാൾക്ക് മാത്രമേ ചിലപ്പോൾ ഇതിന് അപകടം കാണുകയുള്ളൂ. ആ കാലദോഷത്തിന് മറ്റതുകൂടെ വന്ന് നിൽക്കും, മറ്റുള്ളവരും കൂടെ. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ. സമയം എന്ന് പറയുന്നത്, കാലം എന്ന് പറയുന്ന കാലനാണ്. ആ കാലം നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. കാലത്തെ അറിയാതെ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ അറിയണതില്ലല്ലോ. നേരം വെളുക്കണു, ഉച്ചയാകുന്നു, രാത്രിയാകുന്നു, ഉറങ്ങുന്നു, പിറ്റേ ദിവസമാകുന്നു. എന്നാണ് നാളെ കാണാമെന്ന് പോലും പറയാൻ പറ്റില്ല. പറ്റുന്ന കാലമാണോ? പറയാൻ പറ്റില്ല. നമുക്ക് കാണാനുള്ള അവസ്ഥ ദൈവം ഉണ്ടാക്കട്ടെ എന്ന് നമ്മുടെ മനസ്സിൽ പറയും. നിന്നെ ഇനിയും കാണാൻ എനിക്ക് ദൈവം സമയം തരട്ടെ. കുട്ടികളെ വളർത്തുന്നുണ്ട്, അവരെ കല്യാണം കാണാനുള്ള യോഗം വേണം അല്ലേ? വിവാഹം കഴിക്കാൻ ആ കുട്ടികളെ വളർത്തി വലുതാക്കി അവരുടെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗം വേണം. എത്രയോ പേർക്കില്ല. കുട്ടികൾ സ്നേഹിക്കണമെന്ന് നമ്മൾ വിചാരിച്ചാലേ പറ്റുള്ളൂ. നമ്മൾ വിചാരിച്ചാൽ പറ്റില്ല എന്ന് വിചാരിക്കണം. പക്ഷെ കുട്ടികൾ വിചാരിക്കണം, ഇതെൻ്റെ അച്ഛനും അമ്മയാണ്, എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, എന്നെ പഠിപ്പിച്ചതാണ്, ഞാൻ വിവാഹം വേണ്ടാന്ന് പറയണു, പക്ഷെ അമ്മയ്ക്ക് വിവാഹം കാണുമെന്ന് ആഗ്രഹമുണ്ട്. എന്തു ചെയ്യും? ഇതെല്ലാം ചോദ്യങ്ങളാണ്. എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഞാൻ ഒരു കാര്യമില്ല, ഞാൻ എല്ലാവരുടെ വിഷയങ്ങളും കേട്ട്. ഇന്ന് രാവിലെ ഒരു പെൺകുട്ടി വിളിച്ചു. അവരുടെ ബന്ധുക്കൾ ആ കുട്ടിയുടെ ജീവിതം കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല. കാരണം അവരച്ഛൻ്റെ സ്വത്തുക്കളും അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സഹോദരിമാരെല്ലാം ശത്രുഭാവത്തിലാണ്. ശത്രുഭാവത്തിലാകൊണ്ട് എന്തുകൊണ്ടാണ്? നിന്നെ പഠിപ്പിച്ച്, നീ കല്യാണം കഴിച്ചു, നീ എത്ര പഠിച്ചാലും, നീ നല്ല വിദ്യാഭ്യാസം കൊണ്ടല്ലോ, അമ്മയ്ക്ക് വയ്യ, മെൻ്റലി പ്രശ്നമുള്ളതാണ്, നീ പഠിച്ച് വലിയ ഒരുത്തൻ്റെ കൂടെ കെട്ടിക്കഴിയണത് കാണണം. വല്ല കാര്യമുണ്ടോ? ഇവർക്കെല്ലാം മക്കളുണ്ട്. ഈ കുട്ടി ഇപ്പോഴും 43 വയസ്സായി, കല്യാണം കഴിക്കാതെ നിൽക്കുവാണ്. ഞാൻ പറഞ്ഞ് ഗ്രഹനില അയച്ചു. ഞാൻ നോക്കുമ്പോൾ അതിന് വിവാഹയോഗമുണ്ട്. പൂർവ്വജന്മത്തിൽ ആരെങ്കിലും വന്ന് കല്യാണം കഴിക്കണം. അങ്ങനെ മനസ്സിൽ നന്മയില്ലാത്ത ഒരു ലോകം. എന്ത് ലോകത്തോടാണ് നമ്മളിങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കും. സ്വത്ത്, പണം, സമ്പാദ്യം ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ എന്തെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ടോ? കുറേ പണം ഉണ്ടാക്കുക, പറ്റിച്ചും വഞ്ചിച്ചും ചതിച്ചു വെക്കുക. അത് നമ്മൾ ബാങ്കിലിട്ടു, എടുത്തോണ്ട് പോകൂ. എന്തിന് ഈ ശരീരം ഓടി പിടിപ്പിക്കുന്ന ഈ ശരീരം, പൗഡറൊക്കെ ഇട്ട് പൂച്ചി തലയൊക്കെ ഇട്ട് ഇങ്ങനെ കൊണ്ട് നടക്കണ ഈ ശരീരം കൊണ്ടുപോകും. ഇവിടെ ഇട്ടിട്ടല്ലേ പോവുള്ളൂ. അതിനെ കുറച്ച് കത്തിച്ച് ചാമ്പലാക്കി കുറേ എടുത്ത് രാമേശ്വരത്തങ്ങാനും കൊണ്ട് കളയും. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങി വയ്ക്കും. ഒന്നും നമ്മുടേതല്ല എന്നുള്ളൊരു ബോധം. നീ ഇപ്പോൾ ഈ നിമിഷം ജീവിക്കുന്നുണ്ടോ? ഈ നിമിഷം നീ ജീവിക്കുന്നുണ്ടെങ്കിൽ, ഈ നിമിഷം നീ സമാധാനവും ശാന്തിയും സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ നീ ജീവിക്കൂ. നാളെ നിനക്ക് സന്തോഷം കിട്ടും, നാളെ നിനക്ക് കുറേ പണം കിട്ടും. കുറേ പണം കിട്ടിയാൽ എന്ത് ചെയ്യും? AC മുറി താമസിക്കണോ? AC മുറി താമസിക്കും. കള്ളു പിടിക്കാനും പെണ്ണ് പിടിക്കാൻ വേണോ ആ വഴിക്ക് പോവും. പിന്നെ സൗന്ദര്യമായ വസ്തുക്കൾ ഉണ്ടാക്കണവർ അങ്ങനെ പോവും. കുറേ സ്വത്തും ഭൂമിയും പണവും ഉണ്ടാക്കിയിട്ടിട്ട് എന്താണ്? ഒന്നുമില്ല. നിനക്ക് മനസ്സിൻ്റെ സമാധാനവും മനസ്സിൻ്റെ ശാന്തിയും അത് രണ്ടും നിനക്ക് ഉണ്ടാക്കാൻ പറ്റൂ. അതെവിടെ നിന്നുണ്ടാവണം? നിൻ്റെ ചിന്തകളിൽ നിന്ന്, നിൻ്റെ ആ ചിന്താധാരകളിൽ നിനക്ക് എന്തുണ്ടാകണം? എനിക്ക് സമാധാനം മതി, എനിക്ക് ഭൂമിയും സ്വത്തും ഒന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, 3 നേരം ഭക്ഷണം കഴിക്കാനുള്ള, നല്ല കർമ്മങ്ങൾ ചെയ്ത് അത് കഴിക്കാനുള്ള കാലം, അത് കഴിക്കാനുള്ള ഒരു അവസ്ഥ ദൈവം തരണം.
സന്തോഷമായിട്ടിരിക്കണം, എല്ലാവരോടും സൗഹൃദപരമായിട്ട് പെരുമാറണം, മറ്റുള്ളവരുടെ സ്വത്തും പണമൊന്നും എനിക്ക് വേണ്ട, എനിക്ക് പണം പലിശയ്ക്ക് കൊടുത്തും വേണ്ട, ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തെങ്കിൽ അത് അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വെക്കട്ടെ, എനിക്കൊന്നുമില്ലെങ്കിലും സമാധാനമായിട്ട് കഴിഞ്ഞാൽ മതി എന്ന് ചിന്തിച്ചാൽ, ഞാനൊരാൾക്ക് കുറച്ച് പൈസ കൊടുത്തു, എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടൊന്നുമല്ല, അവർ മോശക്കാരൊന്നുമല്ല, പക്ഷെ തരാൻ പറ്റണ്ടേ, അവർക്ക് കിട്ടണ്ടേ. അപ്പോൾ നമ്മുടെ അടുത്ത് ബോളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലോ. ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറെ കൊടുത്തു പോയി, അവർ എന്തെങ്കിലും തരട്ടെ, തന്നില്ലെങ്കിൽ നമുക്കത് ഉപേക്ഷിക്കാം, ശരിയെന്നും പറഞ്ഞു. നമുക്ക് ഒരുപാടൊന്നും ഉണ്ടായിട്ടുള്ള ആളല്ല, പണ്ട് എന്തെങ്കിലും ഉണ്ടായത് എൻ്റെ ആ ചാനപ്പുറത്തിരുന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ അതുകൊണ്ട് ഞാൻ മനസ്സുകൊണ്ട് അത് അങ്ങനെ ഈശ്വരൻ നമുക്കത് തന്നിട്ടില്ല. ഒരാപത്ത് വന്നപ്പോൾ, ഒരാവശ്യം വന്നപ്പോൾ നമ്മളൊരാൾക്ക് കൊടുത്തതാണ്. അവർക്ക് തരാൻ നിവർത്തിയില്ല, ശരി, എന്തെങ്കിലും ഒരു കാലത്ത് തരണമെങ്കിൽ തരട്ടെ, തന്നാൽ അത് അനുഭവിക്കാനുള്ള യോഗവും നമുക്കുണ്ടാകട്ടെ, അവർക്ക് തരാനും കഴിയട്ടെ എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് സമാധാനമുണ്ട്. മറ്റേ എൻ്റെ പണമല്ല അവരെ കയ്യിലായി, ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിൻ്റെ വ്യാപാരമാണ് പ്രധാനപ്പെട്ടിട്ടുള്ളത്. ആ മനസ്സിൻ്റെ വ്യാപാരം നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടും. കുറേ സ്വത്തും പണവും കോടികളും. എൻ്റെ അടുത്ത് പല പറയും, സ്വാമി ആശ്രമം എന്തു ചെയ്യും? ആശ്രമത്തിന് ആരും അവകാശികളൊന്നുമില്ല, അവിടെ കിടപ്പുണ്ട്. അവിടെ പ്രത്യങ്കരയുടെ വിഗ്രഹവും ഭദ്രകാളിയും വാർത്താളിയും എല്ലാം ഉണ്ട്, ഗണപതിയും കുറേ ആപ്പിളും ഓറഞ്ചും ഒക്കെ ഉണ്ട്, ആപ്പിളാഞ്ഞ പ്ലമ്മും ഒക്കെ ഉണ്ട്, പേരയ്ക്കൊക്കെ. അത് എൻ്റെ കാലം കഴിഞ്ഞ് ആരെങ്കിലും ഒന്ന് നോക്കും, ആരൊക്കെ തട്ടിയെടുക്കാൻ ശ്രമിച്ച് നടന്നാ അതവിടെ കിടപ്പുണ്ട്. അത് തട്ടിയെടുത്തവർ കൊണ്ടുപോയി അനുഭവിക്കാൻ പറ്റുമെങ്കിൽ അതാണ് യോഗമെങ്കിൽ കൊണ്ടുപോകും. ഇതെല്ലാം നമ്മളങ്ങോട്ട് മനസ്സ് വെച്ചാൽ, നമ്മളങ്ങോട്ട് മനസ്സിലാക്കിയാൽ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ഭഗവാനെ എന്നെ കൂടെ അങ്ങ് സൈഡിൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോകണമെന്ന് നമ്മളങ്ങ് വിചാരിക്കണം. അല്ലാതെ നമ്മൾ ആഗ്രഹങ്ങൾ കൊണ്ട് പൂർത്തിയാക്കി എത്ര ജന്മം ജനിക്കണം? ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ് ഏറ്റവും പ്രധാനം. ആഗ്രഹങ്ങൾ എന്താണ്? ആശകൾ തരും. ആശകൾ എന്താണ്? നടക്ക വരുമ്പോൾ നിരാശകളാവും. ആ നിരാശകൾ അടുത്ത ജന്മത്തിലേക്ക് വന്നു ചേരും. അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാനീ പറഞ്ഞു വന്നത് എൻ്റെ മുമ്പിലുള്ള വിഷയം, കോടിക്കണക്കിന് ആസ്തിയുള്ളവർ, ലക്ഷക്കണക്കിന് ബാങ്കിൽ കിടന്നവർക്ക് സമാധാനമില്ല, ശാന്തിയില്ല, മക്കളില്ല, കൂടെ മരിച്ചാൽ ബലികർമ്മം ചെയ്യാൻ ആളില്ല. അവസാനകാലം രാത്രി ഒന്ന് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതാണ്, കോടിക്കണക്കിന് ആസ്തിയുണ്ട് സ്വാമി, രാത്രി ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ എഴുന്നേറ്റിരിക്കാൻ, പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആളില്ല. നമുക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഭഗവാനെങ്കിലും ഉണ്ടാകണം. നല്ല കർമ്മങ്ങൾ ചെയ്താൽ ഭഗവത് സാന്നിധ്യം ഉണ്ടാകും, മനസമാധാനവും ശാന്തി ഉണ്ടാകും, സൽപുത്രന്മാരും പുത്രിമാരും ഉണ്ടാകും, നല്ല സ്നേഹിക്കുന്ന കൊച്ചുമക്കളുണ്ടാകും. ഇതില്ലെങ്കിൽ കണ്ടവനുണ്ടാക്കിയതും കഷ്ടപ്പെട്ടുണ്ടാക്കിയതും ഒക്കെ തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് ഇവിടെ ആഡംബര വേഷങ്ങളൊക്കെ ധരിച്ച് വലിയ കൂടിയ കാറിലൊക്കെ സഞ്ചരിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ പ്രകടന വസ്തുവായിട്ട് നടന്നാൽ എന്താണ്? ജഡാവസ്ഥയിൽ കിടക്കുമ്പോൾ കാലൻ ഇങ്ങനെ എഴുതും ബുക്കിൽ, എവിടെയാണ് നീ ഇനി പോയി ജനിക്കാൻ പോകുന്നത്? അതൊന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. എല്ലാവർക്കും നല്ലത് വരട്ടെ, സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.